ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ എണീറ്റ് കുളിച്ചിട്ടും കൂടിയില്ല ഗൈസ്. ഞാൻ വന്നിട്ട് വ്ളോഗ് എടുക്കണം കേട്ടോ. കുറച്ച് നേരം വൈകി എണീക്കാനായിട്ട്. പക്ഷേ നമുക്ക് ഇന്നൊരു എന്ത് ദിവസം അപ്പൂസേ? റിമി ടോമി നമ്മുടെ പുല്ലേലിക്ക് ഇന്ന് എന്തിനു വരുന്നുണ്ട്? പാട്ട് പാടാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരും ഇവിടെ നമ്മൾ ഇവിടുത്തെ വീട്ടിൽ വന്നിട്ട് ആരും വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. ഈ അലവലാദികളൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ അമ്മേനെന്നും അച്ഛനെന്നും. അപ്പോൾ നമ്മൾ ഇന്നെല്ലാവരും വിളിച്ചൊരു പ്രോഗ്രാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഫുഡൊക്കെ വെച്ചിട്ട്. അപ്പോൾ വല്യമ്മയും 2 വല്യമ്മമാരും എൻ്റെ അമ്മയും. എൻ്റെ അമ്മൂമ്മയ്ക്ക് 3 മക്കളാണ്. അതിൽ 3 എണ്ണം ഇവിടെ ഉണ്ട്. തലനിറച്ച 3 എണ്ണം എന്നൊക്കെ. അപ്പം അപ്പൂസ് സ്കൂളിൽ എക്സാം കഴിഞ്ഞിട്ട് ക്ഷീണത്തിൽ എക്സാം പൊട്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തലവേദന എന്നിട്ട് കിടക്കാന്ന്. എത്ര മണിക്ക് ഏറ്റു പഠിച്ചു? 6 മണിക്ക്. എങ്ങനെ ഇരിക്കണ്? 6 മണിക്ക്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണിച്ചു തരാം. അവരവിടെ അറക്കളയിൽ എന്തൊക്കെയോ ചിലക്കുന്നുണ്ട്. ഓക്കെ, ബായ് അപ്പൂസ്, നീ കടന്നു. ഇതാണ് എൻ്റെ അമ്മ, ഇതാണ് അമ്മയുടെ രണ്ടാമത്തെ ചേച്ചി. വലിയമേനെ കാണിക്കില്ല. രണ്ടാമത്തെ സാധനം ഓടി പണി സ്ഥലത്തുനിന്ന്. അതെ, കണ്ടാ അമ്മയുടെ രണ്ടാമത്തെ ചേച്ചിനെ വെച്ച് എന്താ അമ്മയ്ക്ക് അഭിപ്രായം? ഈ ഓടി ഇതമ്മ എന്തൊക്കെ സ്പെഷ്യൽ ഇന്ന്? ആ വല്യമ്മ എടുത്തിട്ടില്ല. വല്യമ്മ ഇതെന്തിട്ട് മീനമ്മ? എന്റെ അമ്മ കാരിയും ഇതെന്താ? ചിക്കൻ പിന്നെ പയറുപ്പേരി, ചോറ് വെച്ചിട്ടുണ്ട്. നിന്നെ ഞാൻ മാറ്റിക്കും. ഞങ്ങൾ എന്റെ അമ്മയുടെ മുകളിലേക്ക് പടി എന്താ പറയണ്ടേ? കേട്ടുണ്ടല്ലേ? ഓക്കെ, ശരി അമ്മ. ചെയ്യില്ല അമ്മ പറഞ്ഞ പോലെ. അയ്യോ, എന്തൊക്കെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിണ്ട്. ഇവിടെ വന്നാൽ മൊത്തം അടിയാണ്. വല്യമ്മ ഞാൻ വല്യമ്മന്ന് വിളിക്കാറില്ല. എന്റെ അമ്മ പാവം പണിയെടുക്കുക. എന്റെ അമ്മ മാത്രം പണിയെടുക്കണല്ലോ. അപ്പൊ നമ്മള് അടുക്കളയുടെ എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കല്ലേ അമ്മേ? അല്ലേ? ഓക്കെ. എന്താണ് അമ്മ എല്ലാരും വിളിച്ചിട്ടുണ്ടാ? എല്ലാരും വിളിച്ചിട്ടുണ്ടാ? അമ്മായിമ്മ മൂത്ത മോള് എന്റെ 5 മോള് അമ്മായിമ്മ. എന്റെ മൂത്ത ചേച്ചിയുടെ മോള് വിജയലക്ഷ്മി. അതിന്റെ മോള് അപ്പൂസ്. പിന്നെ അതിന്റെ ഭർത്താവ് വരും. ആ കുട്ടിയുടെ ഭർത്താവ് അതൊന്നും പറയില്ല, കട്ട് ചെയ്ത് കളയിട്ടാ. ആ കുട്ടിയുടെ ഭർത്താവ് എന്റെ അമ്മ പാവാതെന്ന് പറഞ്ഞപ്പോ ഭർത്താവ്. പിന്നെ നമ്മള് അമ്മൂമ്മ ചിലപ്പോ വരുള്ളൂ. നിമ്മോലിമയും എന്തിട്ട് പറയണത്? അമ്മൂമ്മ പ്രതിഷ്ഠാദിനം കഴിഞ്ഞിട്ട് ഇവിടെ കേറിയിട്ടാ പോവാന്ന്. ഇവിടെ ക്യാമറ അലർജിയുള്ള ആൾക്കാരെ വെറുതെ ഇങ്ങനെ ആവണം. ഞാൻ എന്റെ അമ്മയും കണ്ടില്ല ഫ്രീക്ക്. എന്റെ വലിയ ചോദിച്ചേ ഗ്യാസിലാണോ അരി വെക്കണേന്നാണോ അമ്മേ? ഞങ്ങള് വലിയ റിച്ച് ആയിട്ടുള്ള വാടക സ്ഥലത്ത് അടുപ്പില്ല. ഞങ്ങള് ഗ്യാസിൽ മാത്രമേ. പിന്നെ എന്റെ അമ്മ അരി കഴുകണം. ഞങ്ങള് ഗ്യാസിൽ മാത്രമേ അരി കൂച്ചു. അപ്പൊ എന്തായാലും അരി കഴുകിയ കാര്യങ്ങളൊക്കെ കഴിയട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷം കാണാം. ഓക്കെ, അവരൊക്കെ വരട്ടെ. ജയശേട്ടനും അടിക്കണ്ട. ജയശേട്ടനും വിജയച്ചിയും അഞ്ജുവും എല്ലാവരും വരട്ടെ. എന്നിട്ട് നമുക്ക് കാണാം. ഇവർക്ക് ക്യാമറ അലർജിയാ, ഇവർക്ക് രണ്ടാളും. എന്നെ കൊണ്ട് ഇവര് എന്റെ അമ്മ പണിയെടുപ്പിക്കുന്നു. അമ്മ വല്യമ്മയൊക്കെ സബോളൊക്കെ കഴുകാൻ പറഞ്ഞിട്ട് അത് അമ്മ കഴുകുന്നു. നിന്നിട്ട് അഞ്ജുവിന്റെ പിറന്നാളായോണ്ട് നമുക്ക് അമ്മയുടെ ജോലി സ്ഥലത്ത് നിന്ന് മിഠായിയാണല്ലേ? അടിപൊളി മിഠായിയാന്ന് തോന്നുന്നത്. അവിടുത്തെ ചേച്ചി എവിടെയമ്മേ? പുറത്താ ആണോ? അപ്പൊ എന്തായാലും താങ്ക് യു ചേച്ചി. ഇത് നട്ടിന്റെയാ, മറ്റേ ബദാമും ഈന്തപ്പഴമൊക്കെ ഉള്ള മിഠായിയാ. നല്ല മിഠായിയാണോ വല്യമ്മ? അതേന്ന്. നമുക്ക് കഴിക്കാം. ഇത് വിനോലിമയുടെ റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ വറുത്തിട്ട് കറി വെക്കുകയാണ്. ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. അമ്മ അവിടെ പയറ് കഴുകിക്കൊണ്ടിരിക്കുന്നു. അതിനിടെ കൂടെ ഞാനൊരു നാളേരം പൊതിച്ചു. വിനോലിമ അത് മീൻ കറികളാണോ നിമ്മോലിമ? നിമ്മോലിമയുടെ വായയിൽ വല്ല പഴം തിരികെ എന്താണോ അമ്മേ? നിന്നെ കാണിക്കുന്ന എന്റെ അമ്മേനെ ഞാൻ കാണിക്കലോടി, നിന്നെ കാണിക്കില്ലടി. മീൻ കറിക്കുള്ള മീൻ അതെ.
അതില് ലിവർ ഇട്ടിട്ട് പൊട്ടിത്തെറിക്കി തോന്നുന്നുണ്ട്. ഞാൻ പോട്ടെ കേട്ടോ, ഞാനൊന്ന് പോയി കുളിക്കണം, കുളിച്ചിട്ട് കാണാം കേട്ടോ. ഓക്കെ ഓക്കെ രമേ, ഓക്കെ. ഞാൻ പണിയെടുത്ത് തളർന്നു, വയ്യവരെന്നെ കൊണ്ട് അതും ഇതൊക്കെ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഞാനൊന്ന് പോയി കുളി പാസ്സാക്കട്ടെ. കുളി കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. നമുക്കവിടെ എന്തായി കറികൾ നോക്കാം പോയിട്ട് അല്ലേ, ആരൊക്കെ വന്നിട്ടുണ്ട് പുതിയത് നോക്കാം. ഭയം. അങ്ങനെ നമ്മുടെ വല്യമ്മയുടെ കറി എൻ്റെ അമ്മ ഇങ്ങനെ ഇതിലല്ലോ പോകുമ്പോ എന്നിട്ട് വേറെ വല്ല പൊടിയിട്ടേല് കള്ളി സത്യം പറയും. എൻ്റെ അമ്മേ, നമുക്ക് മീൻകറിയും തിളയ്ക്കുന്നു. എനിക്ക് ഇതെന്ത് പാല, ഒന്നാം പാല്, രണ്ടാം പാല ഒഴിച്ചു. അണ്ട വല്യമ്മയാണ് ഇതിന്റെ കറി വയ്ക്കുന്നത്. പയറുപ്പേരി അമ്മയാണോ? അമ്മ ഒരാളെ കുഞ്ഞിണ്ട് എന്താ ചെയ്യണ പണിയെടുക്കുക? ഏത് കൈ ഡോക്ടറെ കാണിക്കണല്ലോ, ഇങ്ങനെ കൈ പറ്റി കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതെ, ഇവിടെ ഇങ്ങനെ പണികളൊക്കെ നടക്കുന്നു. ടേസ്റ്റ് നോക്കണം, ടേസ്റ്റ് വീണ്ടും നോക്കാണ് ഗൈസ്. ഞാൻ നോക്കട്ടെ കേട്ടോ ഗൈസ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെല്ലുമ്പോ തരുന്നുണ്ട്. ഇല്ല എന്നെ മാത്രമുള്ള ചൂടുണ്ടോ മോളെ? ഇല്ല മതി. ഉപ്പിടണ്ടോ? വല്യമ്മയുടെ കറിക്കാരോ ശരി. വല്യമ്മയുടെ ഹോട്ടലിൽ തുടങ്ങും ഞാൻ പുതിയതായിരുന്നു. അങ്ങനെ എനിക്ക് അപ്പൂസിനൊരു പണി കിട്ടി അല്ലേ അപ്പൂസെ? ഞാൻ പിന്നെ മേക്കപ്പ് ഒന്നും ചെയ്യാത്തോണ്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ട്. നിന്റെ മുഖത്ത് ചുണ്ടത്തിൽ ലോഡ് ലിപ്സ്റ്റിക് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ കടയിൽ പോയിട്ട് വരാം. തൊട്ടപ്പുറത്തെ കട കേട്ടോ, അത് കാരണം പേടിക്കണ്ട. നമ്മുടെ കൂടെ നടന്നു വരാണ് കേട്ടോ. അപ്പൂസ് പേടിക്കണ്ട, അതൊന്നും ചെയ്യില്ല. ഏത് 10? ആ 10ാം വർഷം കേട്ടോ, ഒന്നും ചെയ്യില്ല. അപ്പൂസ നടക്കുന്നു. ഇവളിങ്ങനെ പേടിച്ച് നിൽക്കുക, പേടിത്തൂറി. ക്ലാസ്സിന് പോയാ കേട്ടോ ഞങ്ങളുടെ ബോഡി കടാ. നമ്മള് നമ്മുടെ കാപ്പി പേരിടാ അല്ലെ വിലാസിനി? കാപ്പി കാപ്പി കാപ്പിക്ക് അതെ, കാപ്പിക്ക് ബിസ്ക്കറ്റ് കൊടുക്കാം. എന്തത് ജാതിപ്പടയാ മാക്കുന്നടിക്കും. വിലാസിനി അയ്യോ ഇടിണ്ടാക്കല്ലേ. അതിന് ഭയങ്കര സാമർത്ഥ്യാണ് ഗൈസ്. ഇത് അതിന് മറ്റുള്ളവർക്കൊന്നും കൊടുക്കാൻ സമ്മതിക്കില്ല. അതിന് മാത്രം ആക്രാന്താണ്. ഓക്കെ ബൈ. നീ അവർക്ക് കൊടുക്കും, ഞാൻ നീ തിന്നത് മതി. ഞാൻ അവർക്ക് കൊടുക്കണ മതി, അവർക്ക് കൊടുക്കാനായിട്ട് അതാണ് ഏറ്റവും പ്രശ്നം. ഞാൻ തിന്ന് കാണിച്ചു നിനക്ക്. ഞാൻ ഒന്നോടി നീ നമുക്ക് പരിപാടിക്ക് പോകണം. നമ്മൾ പറഞ്ഞു റിമി ടോമിയുടെ ഗാനമേള ഉണ്ട്. ഗാനമേള ഉണ്ട്. നമ്മുടെ വല്യമ്മയുടെ മീൻ കറി റെഡി ആയിട്ട് കാണിച്ചു. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് വാവ് ആണോ? അല്ല കാണാട്ടോ, എന്നെ കാണാൻ ഭയങ്കര ഉപ്പ് കുറവാ. ബാക്കിയല്ല ഞാനിങ്ങനെ വിദഗ്ധയാണ് ഇവിടുത്തെ ഉപ്പുമുളക് കൂടെ. പക്ഷെ ബാക്കി സത്യാണ്. ഉണ്ടാവും നോക്ക്. അടിപൊളി. ഓ ചൂടുള്ള പോണെന്തോ അങ്ങനെ അങ്ങനെതാ ചിക്കൻ കറി, മീൻ കറി, പപ്പടം, അച്ചാറ് എല്ലാം കൂട്ടി നമുക്കൊരു പെട്ടപ്പെട്ടൊക്കെയാണ് നോക്കാം. ഗൈസ് നമുക്ക് പരിപാടി പോയി കഴിഞ്ഞാൽ പിന്നെ 10 മണിക്കാവും കഴിയാനായിട്ട്. അപ്പം നല്ല വിശക്കുണ്ട് എനിക്ക്. ഞാൻ വിചാരിച്ചു ചോറുണ്ടിട്ട് അങ്ങോട്ട് പരിപാടിക്ക് പോകാം. പിന്നെ തിരിച്ചു വരുമ്പോൾ വിശക്കില്ലല്ലോ. നമുക്ക് കഴിക്കാം. നല്ല ചൂടുണ്ട് മക്കളെ, നല്ല ചൂടുണ്ട്. കുറച്ചെടുക്കാം. അച്ചാറെടുക്കാം. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്.
ഗംഭീരം. അങ്ങനെ നമ്മുടെ വിജി എത്തിയിരിക്കുകയാണ്. വിജയ് ഡ്രസ് മാറുന്നില്ലേ? അത് നന്നായി. ഇനി കുളിന്റെ അവരൊക്കെ എപ്പോ വരാനാ? എനിക്ക് വേസ്റ്റിട്ട് കണ്ണു കാണല്ലേ? അതുകൊണ്ടു ഇവിടെ അവിടെ അപ്പൂസിന്റെ അച്ഛൻ ജയേഷ്. ഹേ ജയേഷ്, ഹായ് സൊല്ലുങ്ക. ജാടയാണെന്ന് തോന്നുന്നുണ്ട് ഭർത്താവിന് വിജിയുടെ. മുണ്ടൊക്കെ പൊക്കിയിട്ടാണല്ലോ വരുന്നേ മനുഷ്യൻ നാട്ടിക്ക്. ഹായ് പറ ജയേഷേട്ടാ. ഹായ് പറ ജയേഷേട്ടാ. ഹായ് പറ. കണ്ട പാട്ടുകാരനാണ്. അതെ, എന്നെ പിടിക്കല്ലേന്ന്. ചോറ് തരട്ടെ? തുടങ്ങി. ചോറ് വേണോ? ഒരു വിജയ നല്ല ടേസ്റ്റ്. മീൻകറി. അതെ അതെ വിജയിച്ചി. വായതർക്ക് തള്ളേ. ആഹാ ഉണ്ട്. എങ്ങുണ്ട് വിജയെ? നിന്റെ അമ്മയുടെ കറികളാ. ഇവരൊക്കെ വന്നു കഴിച്ചു. പിന്നെ ഫുഡടി തുടങ്ങണ്ട. ഞാൻ എന്റെ മോള് ബാക്കി വെച്ച പപ്സ് അവര് തന്നെ. പപ്സിന്റെ കാര്യത്തിൽ കുളിക്കണം എന്ന് വിചാരിച്ചു. 10 കൊല്ലമായി കുളിച്ചിട്ടുള്ളത് പോലെ കുളിക്കണം എന്ന് പറയണ. ഇവിടെ അതിന്റെ സോപ്പിന്റെ വേറെ സോപ്പ് വേണോ? സന്തൂർ കുളിപ്പിക്കില്ലെന്ന്. സന്തൂർ കുളിപ്പിക്കില്ലേന്ന്. അപ്പൂസ് എന്താ ക്യൂട്ട്നെസ് വരെ. ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വിജയിച്ച മുടി കുളി കഴിഞ്ഞിട്ട് കാണാം. വിജയിച്ച ബിന്ദു പഠിക്കറ 2 മുല്ലപ്പൂക്കെ വെച്ചിട്ട് നമുക്ക് കുളി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, വിജയിച്ച കുളി കഴിഞ്ഞിട്ട് കാണിച്ചാലേ ഞാൻ കുളിമുറിയില്. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഒരുങ്ങൊക്കെ കഴിഞ്ഞു. അല്ല വിജയിച്ചി, എൻ്റെ കോസ്റ്റ്യൂം നമ്മുടെ ദക്ഷിണയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലേ? നല്ല രസമല്ലേ? പിന്നെ വിജയിച്ച കോസ്റ്റ്യൂം വിജയിച്ചത് തന്നെ. അപ്പോൾ നമുക്ക് പോകാൻ പരിപാടി കാണാൻ പോവാം. നമുക്ക് നടക്കാൻ തീരെ മടിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. അല്ലേ ചേച്ചി? ചൂടെടുത്തിട്ട് ഒന്നാമത് മക്കളെ വയ്യ. തിരിച്ചു വരുമ്പോൾ എന്തായാലും നടക്കണം. അപ്പോൾ ഇപ്പോൾ ഓട്ടോയിൽ പോകാൻ ഇപ്പോൾ പോയാലേ വേഗം സീറ്റ് കിട്ടും നമുക്ക്. അതെ, അപ്പം നടക്കേണ്ട വരില്ലോ. ഇവിടെയാണ് കേട്ടോ പരിപാടി നടക്കാൻ പോണത്. നമുക്ക് സീറ്റ് കിട്ടുകയാണ് ഇവിടെ. അല്ലേ ചേച്ചി? അല്ല പൂസ, എൻ്റെ വ്ളോഗില ഫിലിമാണ് ബാക്കിൽ നിൽക്കുന്നത്. ലൈറ്റ് ചേട്ടൻ അടിക്കുന്നുണ്ട്. എനിക്ക് വീഡിയോ ആണിപ്പോൾ കറക്റ്റ് ലൈറ്റ് അടിക്കുന്നുണ്ട്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഇത്ര മതി, ഇനി അധികം വേണ്ട. വന്നിട്ട് ചിരിച്ചാ ആരെ പരിപാടി കാണാൻ എന്താ? ആരെ പരിപാടി കാണാൻ എന്താ? ആണോ? അമ്മൂനോട് അമ്മയ്ക്ക് കൊടുക്കാൻ. ഇവരിങ്ങനെ തീ വിട്ട് കളിക്കുകയാണ്. വിജയിച്ചപ്പോ ചോദിക്കുന്നുണ്ട്. എന്താ വിജയിച്ച? നാളെ കണ്ടിട്ട് കില്ലിയ പറയണത്. റൈറ്റ് സൈഡിൽ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് നോക്കുമ്പോൾ പലതരത്തിൽ ഇന്നത്തെ ഒരു പ്രതീക്ഷകൾ ഇങ്ങനെ വാനോളം ഉയർന്നു നിൽക്കുന്ന ആളുകളാണ്. എൻ്റെ ഒട്ടനവധി അന്താരാഷ്ട്ര ദേശീയ അംഗീകാരങ്ങൾ നേടിയെടുത്ത് നിൽക്കുമ്പോഴും തൃശ്ശൂരിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട പത്മശ്രീ ഡോക്ടർ IM വിജയൻ, നമ്മുടെ സ്വന്തം വിജയേട്ടൻ ഈ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമസ്കാരം വിജയേട്ട. ഇവിടെ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി, ഒരു ഹായ് പറയാൻ വേണ്ടി സ്റ്റേജിൽ എത്തിയതാണ്. ഒഫീഷ്യൽ ആയിട്ടുള്ള ചടങ്ങിലേക്ക് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വരും. അപ്പൊ സ്റ്റേജിന്റെ മുൻപിലേക്ക്, ഈ റാമ്പിലേക്ക് നടന്നു കയറുന്ന മലയാളത്തിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും രാജ്യാന്തര തലത്തിലേക്ക് ഇന്റർനാഷണൽ ക്വാളിറ്റി ഫുട്ബോൾ തരംഗം എങ്ങനെയാകണമെന്ന് നമ്മളെ ഈ ടീം, നമ്മുടെ ഇന്ത്യൻ ടീം ഇപ്പോൾ കപ്പെടുത്തില്ലേ മറ്റേ 2020 അപ്പോൾ അത് ടീം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളാ സഞ്ജുവിൻ്റെ കളി കണ്ടപ്പോൾ എല്ലാവരും കോരി തിരിച്ചു പോയി. കാരണം അവിടെ ഒരു ക്യാപ്റ്റൻസി അല്ല, ആ ടീമിനെ നയിച്ചത് സഞ്ജുവാണ്. കാരണം ബ്രിഡ്ജ് ബോയ്സിനെ കൊണ്ടു നടക്കുന്നത്, ഇത്രയും നല്ലൊരു കൂട്ടായ്മയെ കൊണ്ടു നടക്കുന്നത് നമ്മുടെ സുനിയാണ്. അതൊരു പിള്ളേരെ കണ്ടാൽ തന്നെ അറിയാം, ഒക്കെ ബോയ്സാണ്. ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ബോയ്സാണ്. സുനിക്ക് മാത്രം കുറച്ച് വയസ്സായിട്ടുള്ളൊന്നും ഉണ്ടല്ല, ചെറിയ കരടുണ്ടാവും. അപ്പോൾ ഇവിടെ വരാൻ പറ്റിയാലും പുല്ലടിയിലുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞനുജത്തി അനുജന്മാർക്കും നമസ്കാരം.
എന്തൊരു എനർജി ഇങ്ങനെയുണ്ട്. അത് ചോദിക്കണോ, പറയണ്ടേ? ഇത്ര കഷ്ടപ്പെട്ട് 4 മണി തൊട്ട് ഒരുങ്ങുന്ന. അയ്യോ, അങ്ങ് ബാക്കിലൊന്നും കാണാൻ പറ്റുന്നില്ല. ആൾക്കാരുണ്ടോ എന്ന് വെച്ചാൽ ലൈറ്റ് ഇട്ടൊന്ന് കൈവീശി കാണിക്കോ, ഒച്ചയെടുത്ത് കാണിക്കോ? മതി മതി, ഇത്രയും ഇവിടം വരെ കാണാൻ പറ്റുന്നുള്ളൂ. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പൊ തുടങ്ങിക്കോട്ടെ. ഓക്കെ, റെഡി. അത് വിഴികളിൽ വഴിവത് അണുതല്ല വേഷം കണ്ട് കണ്ടേ കണ്ടേ അത് നിഴലയതോടെ വത പണിയിട്ടേ അങ്ങനെയാണ് ഇനി ഫോൺ എടുത്തു. അതിന്റെ പുറകിൽ ലൈറ്റ് ഉണ്ട്, ടോർച്ച് എടുത്തേ ഇങ്ങോട്ട്. ഹാ, തൃശ്ശൂർകാരോട് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ തന്നെ പടപടയെന്ന് എടുക്കേണ്ട ആളല്ലോ. എടുത്ത് എല്ലാവരും. ഇവിടെയൊക്കെ കുറച്ചുകൂടെ വരാനുണ്ട്. എന്നിട്ട് ഇങ്ങനെ കൈവീശി കാണിക്കണം. പിന്നെ നല്ല രസമായിരിക്കും. അപ്പൊ ഈ പ്രോഗ്രാമിൽ നമ്മൾ അറിയാതെ എഴുതും കടിതം. മനിതർ ഉണർന്നുകൊള്ള ഇത് മനിതർ കാതലല്ല, അതെയും താണ്ടി പുനിതമാക്കുന്നത്. കേട്ടില്ല, രജനികാന്ത് കല കേട്ടോ? അതല്ലേ ഉദ്ദേശിച്ചേ? നല്ലൊരു കേടി കൊടുത്തല്ലേ ചോദിക്ക്. ഞാനിനി നിങ്ങളെ പർദീസയിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. പാടാൻ പോകുന്ന കുറച്ച് ഗാനങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന, നിങ്ങൾക്ക് ഭയങ്കരമായ കുറേ ഓർമ്മകൾ സമ്മാനിക്കുന്ന കുറച്ച് ഗാനങ്ങളോട് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അതിലേതെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടാണെങ്കിൽ അപ്പം തന്നെ കൈയടിച്ചറിയിക്കുക. എങ്ങനെയാണ് കൈയടിച്ചറിയിക്കുന്നത് കാണിച്ചേ? ആന്തരിക ശബ്ദം. അദ്ദേഹത്തിൻ്റെ പേര് പറയേണ്ട കാലം ഈ ഒറ്റ ഗാനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിയാണ്ട് കൂടെ പാടിപ്പോയിരിക്കും. റെഡി?
കിട്ടിയത് പാലാ CYML ക്ലബ്ബിൽ. എൻ്റെ മമ്മിയായിരുന്നു എന്നെ ആദ്യം പഠിപ്പിച്ചത്. മമ്മി അപ്പോൾ എന്തോ റേഡിയോയിലോ ഇവിടുത്തെ കാസറ്റ് എന്ന് അതൊക്കെയല്ലേ അങ്ങനെയൊക്കെ കേട്ട് പഠിച്ച് എഴുതി പഠിപ്പിച്ചതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഈ പാട്ട് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിക്ക് വേണ്ടി ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു. വെള്ളാങ്കല്ലിൻ ചില്ലും കൂടും ഉള്ളിനുള്ളിൽ കാലോലിക്കാൻ നിന്നും നിന്റെ പോരാത്തോ കുന്നിക്കുരു കുത്തി ഉള്ളിൽ പാലിച്ചിട്ട് പിന്നിക്കുരു മാനത്തെ മാമന്റെ തൊഴിൽ മാറാൻ പോകാമോ പണ്ടത്തെ മാറ്റിന്റെ കളികൾ ചുണ്ടത്ത് അതൊക്കെ ഇപ്പോഴും നമ്മളെ വിട്ടുപോയെന്ന് നമ്മൾ ആരും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ജന്മം ഇനി ജനിക്കാനുമില്ല. അതിനി ഇനി അദ്ദേഹത്തെ കാണാത്ത പിള്ളേർ വരെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടിയിരിക്കും. എന്നെ സംബന്ധിച്ച് 2002 ഞാൻ കൊട്ടാരക്കരയിലാണ് ആദ്യമായിട്ട് മണിച്ചേണ്ട ഒരു ഗാനമേള. കുറേ വർഷങ്ങൾ അദ്ദേഹത്തോടൊപ്പം സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായിട്ട് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ എല്ലാ മണിച്ചേട്ടൻ ഫാൻസിനും വേണ്ടി ഇരിക്കട്ടെ കുറച്ച് ഗാനങ്ങൾ. പിന്നെ എനിക്ക് ഒരു സന്തോഷം, മണിച്ചേട്ടൻ ഒരു പ്രാവശ്യം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, റിമി ഞാൻ നിനക്ക് വേണ്ടി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് റീ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ മണിച്ചേട്ടാ? അതിന് 2 വരി ഒന്ന് പാടാം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. റബ്ബർ പാൽ പോലൊരു പെണ്ണി പാലാകാരി തൊട്ടാൽ തേറിക്കണം നിന്നെ മുട്ടാൻ പേടി. റബ്ബർ പാൽ പോലൊരു പെണ്ണി പാലാകാരി തൊട്ടാൽ തേറിക്കണം നിന്നെ മുട്ടാൻ പേടി. അതിന്റെ അടുത്തല്ലേ നിന്റെ അപ്പൻ കള്ളു കുടിച്ചിട്ടെന്നൊക്കെ പറഞ്ഞു. ഞാനത് പാടാറില്ല, എന്റെ പപ്പയ്ക്ക് വിഷമം, പാവം സ്വർഗത്തിൽ സന്തോഷമായിട്ടിരിക്കട്ടെ. എന്തായാലും മണിച്ചേട്ടാ താങ്ക് യു, എനിക്കൊരു ഒരു പാട്ട് കിട്ടി. അപ്പൊ ഇനി മണിച്ചേട്ടന്റെ ഇരുന്ന് ഘോഷിക്കുന്നേ ഓടപ്പഴ പോലൊരു പിന്നീനെ കുടപ്പുഴയാകെ ഓടപ്പഴ പോലൊരു ഓടപ്പഴ പോലൊരു ഓടപ്പഴ പോലൊരു ഈ ഷോ വളരെ സക്സസ്ഫുൾ ആയി ചേച്ചി അത് മുന്നോട്ട് കൊണ്ടുപോവാണ്. ഇനി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് റിമി ടോമിക്ക് മാത്രം കഴിയുന്ന ഒരു ഷോയുടെ പ്രസൻസ്, ഒരു സ്റ്റേജിന്റെ പ്രസൻസ്, അത് ചേച്ചിക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഒരേ ഒരാൾ മാത്രമേ ഗംഭീരമാക്കാൻ കഴിവുള്ള അത്രയും ബ്രില്യന്റ് ആയ ടെക്നീഷ്യൻസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഞങ്ങളുടെ ലൈറ്റ് എഞ്ചിനീയർ ആൻഡ് LED വോളും ഈ കാണുന്ന ബാരിക്കേഡും ഇവിടെ കാണുന്ന എല്ലാ സംവിധാനങ്ങളും സെലിബ്രിറ്റിക്ക് മാത്രം അമേരിക്ക മറന്നു. വിജയിച്ചാണ് എല്ലാം വിജയിച്ചി എല്ലാം ഞങ്ങളുടെ വിജയിച്ച് പൊന്നാണ്. അതെ എനിക്ക് അമേരിക്കൻ പറഞ്ഞോ എന്താന്ന് വിജയിച്ച് ചില എനിക്ക് മേടിച്ചില്ല അമേരിക്കൻ എനിക്ക് അമേരിക്കൻ വിജയിച്ച അങ്ങനെയല്ലേ മനസ്സിലായില്ലേ? അല്ല പറഞ്ഞു എന്തെങ്കിലും പറയാണ്ടോ വിജയത്തിനെ പറ്റിട്ട്? പരമെച്ചിന്ന് ശരിട്ടാ. അമേരിക്ക ബാർ ചോദിച്ച എനിക്ക് മാങ്ങോമാർ മേടിച്ചു തന്ന വിജയിച്ചീനെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്നാലും ചേട്ടാ പണിക്കാളെടുത്തോളി 1 ഞാൻ നല്ല രസമുണ്ട് ചേട്ടൻ. പണിക്കാരെ കിട്ടി. നമ്മൾ വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷം കാണിക്കാം. അങ്ങനെ ജയചേട്ടനും രാഹുൽ ചേട്ടനും
ഇല പിടിച്ചിരിക്കുകയാണ്. ഇടതുവശത്തേക്ക് ഇല ഇട്ടിട്ടില്ലേ? ഇടതുവശം അല്ല, അതെ ഇടതാണ്. ജയശേട്ടൻ എന്താ പറയാ? ജയശേട്ടൻ പാട്ടാണ് നീ പോകുന്നത്. പാട് ജയശേട്ടാ, പാട്. ആയിട്ടില്ലേ? എന്താ അടിച്ചാണ്? ജയശേട്ടൻ കുടിക്കാറില്ലല്ലോ. നോട്ടെ മണം. ജയശേട്ടൻ രാവിലെ കുടിച്ചിട്ടുണ്ടായില്ല. ഇവരൊക്കെ നല്ല ഡീസെന്റാന്ന് പറച്ചില് മാത്രമേ ഉള്ളൂ. അമ്മ ചോറ് വിളമ്പുന്നു. രാജുചേട്ടൻ അയ്യോ വിജയിച്ച് ഞങ്ങളുടെ ഇരിക്കാൻ പോണോ? ഇതല്ല എന്റെ പൊട്ട് ഊരി വെച്ച് പോയില്ലെങ്കിൽ വിജയിച്ചിട്ട് ഞാൻ നാട് വിട്ട് പോയിരിക്കുന്നതാണ്. വേണ്ട വെറുതെ എന്താ അമ്മ ജോലി എടുക്കാൻ എനിക്ക് വയ്യ. അങ്ങനെ ഇനി ജയശേട്ടൻ ചോറും നട്ട് അഭിപ്രായം പറയാൻ പോവാണ്. ജയശേട്ടൻ എങ്ങനെയുണ്ട് കറി? അഞ്ചു ജയശേട്ടൻ്റെ റിവ്യൂ പറ. അപ്പൂസ് ചോറ് മാത്രം കഴിച്ചിട്ട് റിവ്യൂ പറയൂ. പയറുപ്പേര് ഞാൻ വിളമ്പാം. എന്റെ അമ്മ പാവം പണിയെടുക്കുന്നു. പയറുപ്പേര് വിളമ്പി കൊടുക്ക്. എന്റെ അമ്മ ചിക്കൻ നല്ല മണം ഉണ്ടല്ലോ. അമ്മ അമ്മൂനില്ലേ പയറുപ്പേരി? ഇവിടെ ഇതിലാണോ പയറുപ്പേരി? ആണോ? ഞാൻ എടുക്കാം. ഓക്കെ, വിളമ്പട്ട കേസ് വിളമ്പട്ട. ഞാൻ ഒരു വട്ടം കൊണ്ടുപോയില്ലാട്ടോ. വന്നപ്പോൾ വിശപ്പ് എനിക്ക് വീണ്ടും. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും വിശക്കുന്നു. എന്താ ചെയ്യാ? ജയശേട്ടാ ചിക്കനെ പറ്റിയ അഭിപ്രായം? ജയശേട്ടന് വിജയിച്ചിനെ കെട്ടിയപ്പോൾ എന്താണ് തോന്നിയത്? പറ ജയശേട്ടാ, പറ. ചിക്കനല്ലേ വിജയിച്ചി? വിജയിച്ച് എങ്ങനെയുണ്ട്? വിജയിച്ച് നിങ്ങളുടെ ഭർത്താവ് അതെ, അല്ലെങ്കിൽ ഇതല്ലല്ലോ. ജോസ് കഴി ജോസിനൊരു നേരത്തെ ആഹാരം തരുന്നത് വലിയ നിർബന്ധമായിരുന്നു. അപ്പൂസിനുണ്ടേ? ഓക്കെ. പപ്പടം പപ്പടം പപ്പടം. രാവിലെ ചോറിനിൽ കഴിഞ്ഞ ചോറ് തരട്ടെ? ആ തരാം. കുറേശ്ശെ കുറേശ്ശെ കൂട്ടാണ്ടിരുന്ന് ഉണ്ണു വിജയിച്ച്. അഞ്ചൊക്കെ നാണുണ്ട് നിങ്ങക്ക്? ഫസ്റ്റ് ഉണ്ണി ഞാൻ വായിലാന്നല്ലേ ഇടി. നിനക്ക് വേണ്ട, നിന്റെ വായിലൊന്നും നിൽക്കണ്ട. എന്റെ അഞ്ചുനെ എടുക്കണം ഞാൻ, നിന്നൊന്നും എടുക്കില്ല. ഇല്ല നിമ്മൂന് ക്യാമറ അലർജി അടി. നിമ്മൂന് ക്യാമറ അലർജിയാ അല്ല വിജയിച്ചി? വിജയിച്ചി ക്യാമറ അലർജി ഇല്ല. ഗായ്സ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളിവിടെ നമ്മുടെയും പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം നമുക്ക് ഇവിടെ വീഡിയോ അവസാനിപ്പിക്കാം മക്കളെ, അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ വിജയിച്ചി ഞങ്ങളിവിടെ വീഡിയോ അവസാനിപ്പിക്കാം. വിജയിച്ചി മാംഗോ അമേരിക്കൻ ബാർ കഴിച്ചു തരാത്തോളെ. ഞാൻ ഇങ്ങനെ മേക്കപ്പ് ഇടാത്തല്ലേ സുന്ദരി അല്ലേ? നീ എപ്പോഴും സുന്ദരിയല്ലേ? സുന്ദരിയല്ലേ? കാറിൽ കൊണ്ടാക്കാൻ എല്ലാ അടവും എടുക്കുന്നുണ്ട് നിന്റെ അമ്മ. മുത്തലും. അപ്പൊ നമ്മള് വീഡിയോ അവസാനിപ്പിക്കണം. അഞ്ചു ബൈ പറ. ഹായ് ജയശേട്ടാ ബൈ പറ. ഹായ്. അതെ അമ്മ